മനസ്സിലേക്ക് കപ്പൽ യാത്ര പോകണമെന്ന സ്വപ്നം കോറിയിട്ടത് ചെറുപ്പകാലത്ത് കണ്ട ഈ ഒരു സിനിമയാണ് ടൈറ്റാനിക്. ആ സിനിമയിൽ ജാക്ക് നടത്തിയ പോലൊരു യാത്രയ്ക്ക് ഞാനും ഇന്ന് ഒരുങ്ങുകയാണ്. ഇന്തോനേഷ്യയിലെ സുലാവസി ദ്വീപിൽ നിന്നും ബൂട്ടോൺ എന്ന മറ്റൊരു ദ്വീപിലേക്ക് ഒരു സ്വപ്നയാത്ര. ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് സ്വപ്നങ്ങൾ മാത്രമല്ല, ഇതുപോലെ യാഥാർത്ഥ്യങ്ങളുമാക്കി തീർക്കാം. കപ്പലിൽ ഇനി നമ്മളെ കാത്തു വല്ല റോസും ഉണ്ടാവുമോ എന്തോ. ഹലോ, നമസ്തേ. നമ്മളുണ്ടല്ലോ കുറച്ച് തക്കലേവാ, കുറച്ചധികം തിരക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷിപ്പ് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗമേ ഞാൻ ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് അവിടെ കാണുന്നത് നമ്മളുടെ പോർട്ടാണ് കേട്ടോ. പോർട്ട് ബിൽഡിങ് കടലൊക്കെയാണ് അപ്പുറമുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ റമങ്ങളിൽ നിന്ന് ഞാൻ എത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വരുമായിരിക്കും. എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ളൊരു കാഴ്ച നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഓടിപ്പോയി എൻ്റെ ടിക്കറ്റ് ബോർഡിംഗ് പാസ്സൊക്കെ ആക്കി മാറ്റുമൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ വന്നെത്തിപ്പെട്ടതെന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ട് പോകാം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് മക്കാസറിലെ നമ്മളുടെ റമങ് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലെ നസ്രുലിൻ്റെ ഹോം സ്റ്റേയിൽ നിന്ന് സ്വാഗതമുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഫുള്ള് മഴയും ക്ലൗഡും ഒക്കെയാണ് കേട്ടോ ഈ ഒരു മേഖലയിലുള്ളത്. ഇന്നിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ മഴ കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. ഫ്രണ്ട്സ്, കഴിഞ്ഞൊരു 1 മണിക്കൂറോളമായിട്ട് ഞാനിതാ ഈ മഴ കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ മഴ ശക്തമാവുകയാണ്. കൂടെ ഇപ്പം കാറ്റും കൂടി വന്നു തുടങ്ങിയേ. പണിയായല്ലോ. മഴ അങ്ങോട്ട് എൻജോയ് ചെയ്യാം, അതാണ് ഇനി ചെയ്യാൻ പറ്റുക. എന്ത് വന്നാലും അതിനെ നമ്മളങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു കേട്ടോ. ഫ്രണ്ട്സ്, പതുക്കെ നമ്മളുടെ സൂര്യനത് അങ്ങ് ആ ഒരു ചക്രവാളത്തിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ എൻ്റെ അങ്ങനെ പോയി മഴ നോക്കിയിരുന്ന് പരിപാടിയൊന്നും നടന്നില്ല കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ഒരു പരിപാടിയും നടക്കത്തില്ല. ചേട്ടാ, എനിക്കാണെങ്കിൽ മക്കാസാറിൽ എത്തുകയും വേണം. കാരണം നമുക്ക് വക്കത്തോബിയിലേക്കുള്ള ഷിപ്പ് അതിന് പോകേണ്ടതല്ലേ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഹായ്, ആരോ ചാക്കലെടുത്ത് മറച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിന് കീ ഇല്ല കേട്ടോ. ഇതിങ്ങനെ തിരിച്ചിട്ട് പള്ളോക്കായി ദെൻ ഇങ്ങനെ ദെൻ നമ്മൾ ഒന്നുകൂടി ഓക്കെ പള്ളോക്കായി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയൊരു റെയിൻകോട്ടുണ്ട്, ഇതെടുത്തിട്ടിട്ട് പോവാം. നമുക്കിനിയിപ്പോൾ ഉണ്ടല്ലോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നേരെ സുലാവസിയുടെ വലിയ പട്ടണമായിട്ടുള്ള മക്കാസാറിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇനിയിപ്പോൾ വേറെ എവിടെയും കറങ്ങാനുള്ളൊരു ടൈം നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഷിപ്പിനുള്ള ടൈം നാളെ ആകും. അപ്പോൾ നാളെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്നെ കൂട്ടാണ്ട് ഷിപ്പ് വിട്ടുപോകും. നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പോൾ മഴയെ അതിജീവിച്ച് നമുക്ക് മക്കാസാറിലേക്ക്. പതുക്കെ സൂര്യാസ്തമയമായി മഴ പെയ്ത് റോഡൊക്കെ നല്ല ചെളിക്കുളവാണ്. ബ്രേക്കിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് സൂക്ഷിച്ച് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ടയർ വന്നിട്ട് നല്ല ആനമുട്ട ടയറാണ്, ആനമുട്ട പോലെ. ഞാൻ മഴ പെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. മഴ പെയ്യുമായിരുന്നേ ടയറൊക്കെ നോക്കിയെടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പതുക്കെ സൂക്ഷിച്ചും കണ്ടും പോവാം. ഇനി വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. പിള്ളേർ ചെളി കളിക്കുന്നുണ്ടോ? ഹലോ. ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ മഴ നനഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് പകരമായിട്ട് നേരത്തെ ഇറങ്ങായിരുന്നു. ഇത്രയും കാത്തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കി നിന്നത്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഇതേ കൂട്ടുവിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നില്ല. സാരമില്ല. തിരിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ ഞാൻ നേരെ ടൗണിലേക്കുള്ള ഹൈവേ, ഇതുണ്ടെങ്കിൽ ഹൈവേ കണക്ട് ചെയ്തിട്ടാണ്. ഇത് ശരിക്കും നമ്മളുടെ സെൻട്രൽ സുലാവസിയിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ്. അപ്പോൾ ആ ഒരു ഹൈവേ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വന്ന പോലെ ആ ഒരു ഉൾഗ്രാമം വഴിയല്ല, വേറെ വഴി. മഴ പിന്നെയും തകർത്തു പെയ്തു. ഞാൻ നല്ല രീതിക്ക് നനഞ്ഞു. എന്തായാലും കാത്തിരുന്നിട്ടും കാര്യമൊന്നുമില്ലായിരുന്നു. ഈ മഴ നിൽക്കാനുള്ളതല്ല, ഇത് പെയ്തു തന്നെ തുടങ്ങുവാണ്. അങ്ങനെ കുറച്ച് ഓടി നമ്മൾ ടൗണിലേക്ക് എത്തി. പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും നമുക്ക് നാളെ ഷിപ്പിന് പോകേണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ വണ്ടി ഇന്ന് രാത്രി തന്നെ തിരിച്ച് റിട്ടേൺ കൊടുക്കാമെന്നേ. അങ്ങനെ ഞാൻ വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നു. എൻ്റെ ലഗേജൊക്കെ ഞാൻ എടുത്ത് ഇവിടെ വെച്ചു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് ഹെൽമെറ്റ് ഇവിടെ റിട്ടേൺ ചെയ്തു. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ തിരിച്ചുണ്ടല്ലോ. താങ്ക് യു തെരുമക്കാസി, ബൈ ബൈ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റെൻറ്റിന് ബൈക്കൊക്കെ വേണമെങ്കിൽ ആൻറ്റി റെൻ്റൽ മോട്ടോർ, ദയങ് റെൻ്റൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഈ പേര് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കിട്ടും. ഓൺലൈനായിട്ട് നമുക്ക് ബുക്കൊക്കെ ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാനൊക്കെ പറ്റുമേ. അപ്പോൾ നമ്മുടെ വണ്ടി സേഫായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ ചെക്കൊക്കെ ചെയ്തു, കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്തു. ഇനിയിപ്പം നമുക്ക്
ടൗൺ ഏരിയയിലോട്ട് പോവാം, അതായത് പോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി ടാറ്റ ബൈ ബൈ ഫാസിയോ കൊള്ളാം കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല ഫുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയെല്ലാം വണ്ടി പോട്ടെ നമ്മുടെ ബാഗെല്ലാം എടുത്ത് വെക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഒരു അടിപൊളി പരിപാടിയാണ്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും ഫാസിയോ ഉണ്ടോ എന്ന് നോക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ എന്തുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ വണ്ടികളെല്ലാം റെൻറ്റിന് കൊടുക്കാനുള്ളതാണ്. അതുകൂടാതെ ഇവരുടെ ഡേ ടു ബൈക്കില്ല ഇതുണ്ടോ, ഈ ഒരു സാധനം ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഈ ഒരു നാട്ടിൽ പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ അധികമായിട്ടും റെൻറ്റ് പരിപാടി വണ്ടികളുടെ ഉണ്ട്, നല്ല രീതിക്കുണ്ട്. അതായത് ഈ ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ വരെ റെൻറ്റ് വണ്ടി എടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഐലൻഡുകളാണല്ലോ, അപ്പോൾ എല്ലാ ഐലൻഡിലേക്ക് ഈ സാധനങ്ങൾ ക്യാരി ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. പല ആൾക്കാർ പല സ്ഥലത്ത് വരുന്നത്, ചിലപ്പോൾ വിസിറ്റിന് വരുന്നത്, എന്തെങ്കിലും പണിക്ക് വരുന്നത്, ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത്, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊക്കെ വണ്ടി അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ റെൻറ്റിനെടുക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉള്ളവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി ഇവിടെ നിന്ന് എടുത്തപ്പം ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു, ചോറയ്ക്ക്. അപ്പോൾ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഇത്തരം സാധനങ്ങൾ മരിഞ്ഞുണ്ട്, അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചോറും ചിക്കൻ കറിയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അത് വാങ്ങിക്കഴിച്ച് ഓൺലൈനായിട്ട് ഞാൻ ഗോജക്ക് വഴി ഒരു ടാക്സി ഓൺലൈൻ ബൈക്ക് ബുക്ക് ചെയ്തു. നേരെ പോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഞാനിവിടെ ഉണ്ടല്ലോ ഒരു ഹോട്ടലിൽ വന്നേ, നോക്കുമ്പോഴത്തേക്കും ഫുള്ളാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇവരുടെ ഒരു റിവ്യൂ വായിച്ചിട്ടുണ്ടായിരുന്നു. റിവ്യൂവിലും ഇവർ പറയുന്നുണ്ട് പല ആളുകളും ഈ ഒരു ഹോട്ടൽ ഫുള്ളെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് വേറെ റേറ്റിന് തരും എന്നുള്ളത്. അപ്പോൾ അവർ വേറെ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വേറെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് നടക്കുകയാണ് കേട്ടോ, ഏതെങ്കിലും റൂം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫുള്ള് കാലിയാണ്, അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. നോക്കി കടയെല്ലാം ഭയങ്കരമായിട്ട് അടച്ചു. ഈ സമയത്ത് ഇതിലിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് സേഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ല. അങ്ങ് നടക്കുക എന്നല്ലാണ്ട് വന്നിറങ്ങിയും പോയില്ലേ. നടന്ന് നമ്മൾ എവിടെ എത്തിയെന്ന് നോക്കിയാൽ പെലിൻഡോ, നമ്മളുടെ ആ ഒരു ഷിപ്പിൻ്റെ ആ പോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഹോട്ടൽ ആഗ്നസ് എന്ന് പറയുന്നൊരു ഹോട്ടൽ ഇവിടെ കാണുന്നുണ്ട്. ചോദിച്ചു നോക്കാം. ഇവിടെ റൂമില്ല. ഇവിടെ ഉണ്ടല്ലോ ശരിക്കും റിസപ്ഷനിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു പൊടി ഇംഗ്ലീഷ് അറിയത്തില്ല, ഒരു വാക്ക് പോലുമേ. ഞാൻ പാടുപെടും. യെസ്, അങ്ങനെ വേറൊരു ഹോട്ടലിൽ വന്ന് 4-ാം നിലയിലെ 405-ാം റൂം. നടന്നൊരു പരിപാടിയാട്ടാ, തപ്പി വന്നിട്ട് ഇതിന് കിട്ടിയതാണ്. 3 ലക്ഷം രൂപ കൊടുത്തു. നാളെ ലേറ്റ് ചെക്കൗട്ടാണ്, അതായത് നമ്മളുടെ ഷിപ്പ് 3 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ഷിപ്പിന്. അപ്പോൾ ഇവിടെ നിന്ന് 2:30 ഞാൻ പറഞ്ഞത് തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ലേറ്റായിട്ട് ഇറങ്ങുന്നതിന് കൂടുതൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. യെസ്, നോർമലി ആണെങ്കിൽ ഈ റൂമിന് 1100 രൂപ, അതായത് 2 ലക്ഷം രൂപയെ. ഇതാണ് റൂം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നമ്മുടെ പോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നടന്നു പോയാൽ മതി പോർട്ടിലേക്ക്. ഫ്രണ്ട്സ്, നിങ്ങളെ ഈ ഒരു സാധനം ഇങ്ങനെ ആടുന്ന് കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നു ഭൂമി കുലുക്കമാണോ അതോ എന്താണെന്നറിയില്ലേ, ഈ ബിൽഡിങ് ഇടയ്ക്ക് കുലുങ്ങുന്നുണ്ട്. ശിവനെ, മാഗ്നിറ്റ്യൂഡ് എത്രയാണോ എന്തോ. ഇവിടെ അത് മാത്രം ചോദിച്ചാൽ മതി. ഭൂമി കുലുക്കമൊക്കെ ഈ നാട്ടിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല, എപ്പോഴും സംഭവിക്കുന്നതാണ്. പോർട്ടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഇതേതാ വണ്ടി? ഇത് ജിമിനി അല്ലേ ഇത്? അതെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്ന് പോർട്ടിലേക്ക് പോകാം. പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. അതാണ്, നമ്മൾ വരുന്ന എല്ലായിടത്തും മഴയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രശ്നമല്ല കേട്ടോ, മഴ പെയ്താൽ നന്നായി, കുറച്ച് എന്താ പറയുക, ചൂടൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. ആ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കട്ടെ. അവിടെ ആ നിർത്തിയിട്ടേക്കുന്നത് കപ്പലല്ല കേട്ടോ, അത് ഇവിടുത്തെ പോർട്ട് ബിൽഡിംഗ് ആണ്. അവരൊരു കപ്പലിൻ്റെ രൂപത്തിലൊക്കെയാണ് ആക്കിയേക്കുന്നത്. ഇതാണ് കേട്ടോ പോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ഇതിലെ കുറേ നടന്നതാണ് റൂംസൊക്കെ അന്വേഷിച്ചിട്ട്. നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. ഞാൻ പരീക്ഷണത്തിനൊന്നും വഴി കൊടുക്കുന്നില്ല. നല്ല ചൂട് നാസി കുരങ്ങ്, നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ആക്കാൻ പറഞ്ഞത്. ഇവിടെ ഈ വാഴയിലയിലും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് ചോറാണ് കേട്ടോ, പലതരത്തിലുള്ള മസാല ചോറുകൾ. ബൈ ബൈ. ഷിപ്പിലേക്ക് പോകാൻ പോകുന്ന ആളുകൾക്ക് ഇനിയിപ്പം ഉള്ള മണിക്കൂറുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തട്ടുകടകളിലൊക്കെ വിൽക്കുന്നുണ്ട്, പഴങ്ങളൊക്കെ. ഇത് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തോന്നുന്നു. ഇനി ഇവിടെ പോയിട്ട് പെലിനിയുടെ ഓഫീസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം കേട്ടോ. എന്നോട് ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് അവർ പ്രത്യേകം പറഞ്ഞു, ഇവിടെയുള്ള വേറെ ആൾക്കാരോടൊന്നും പോയി ചോദിച്ച് കുറേ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് പോലെ, അങ്ങനെയുള്ളിടത്തൊന്നും പെടരുത്,
നേരെ കൗണ്ടറിൽ തന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നേ. ഈ പപ്പുവ ഇല്ലേ, ഇന്തോനേഷ്യക്ക് ഒരു പപ്പുവ ഉണ്ട്, നമ്മുടെ പപ്പുവ ന്യൂഗിനി അല്ലാണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ഇന്തോനേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഷിപ്പുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെയും ശരിക്കും മാർക്കറ്റ് പോലെയാണ് കേട്ടോ. ആളുകൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് വിൽക്കുന്നൊക്കെ ഉണ്ട്. പോകേണ്ട ആളുകളുടെ തിരക്ക് കാര്യങ്ങളൊക്കെ. ഇവിടെ പെലിനി അകത്തോട്ട് കയറുമ്പം എന്താ ലോക്കറ്റ് ചെക്ക് ഇൻ ടെർമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതിൻ്റെ അവിടെയായിട്ട് പെലിനിയുടെ ഒരു കൗണ്ടർ പോലത്തെ എന്തൊരു സംവിധാനമുണ്ട്. അവിടെ തന്നെ ആയിരിക്കണം, പോയി നോക്കാം. വലിയൊരു ക്യൂ ഇവിടെ കാണുന്നുണ്ട്. ടിക്കറ്റ് ചെക്ക് ഇൻ രണ്ടുമാണ് കാണുന്നത്. ഇവിടെ തന്നെയാണ് കേട്ടോ സാധനം കിട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ ടിക്കറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ് 5 മണിക്കാണ് എൻ്റെ ഇത്. അപ്പോൾ എന്നോട് 2 മണിക്കൂർ മുമ്പേ വരണം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഈ ബോർഡിംഗ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ തീർക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പം ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ നിന്ന് മേലെ കയറണം. മേലെ പോയിട്ട് മേലെയാണ് നമ്മളുടെ കൗണ്ടർ ഉള്ളതെന്ന് തോന്നുന്നു. എന്നെ മേലെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ മേലോട്ട് വാ, ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. 2 മണിക്കൂർ ടൈമുണ്ട് നമുക്ക്. മേലെ കയറിയപ്പോഴത്തേക്കുണ്ടല്ലോ നോക്കി നിങ്ങൾ, ജസ്റ്റ് എക്സാക്റ്റ് ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഷോപ്പുകൾ കാര്യങ്ങൾ പോകും. ഞാൻ സാധനമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാമായിരുന്നേ. എല്ലാം ഉണ്ട്. ഇങ്ങനെ നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കയറി പോകേണ്ടത് ശരിക്കും ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുകയും കൂടി ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളവും അതുകൂടാതെ നമ്മളുടെ ബനാന ചിപ്സ് അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബനാന ചിപ്സ് ഇവിടെയുണ്ട്. നല്ല മീനെല്ലാം ഗ്രില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹായ്, കൊതിയാവുന്നല്ലോ. ഇതിവിടെ എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ചെക്കിംഗ് പോയിന്റ് അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഞാനിവിടെ എന്താന്ന് പോയി നോക്കട്ടെ. യെസ്, ബൊബോയിലോട്ടുള്ള ഷിപ്പ് ഇതിലേ തന്നെയാണ്. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോ എന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും എലവേറ്റർ ഉണ്ട് എന്നുള്ളതാണ്. അധികം നടക്കേണ്ട ആവശ്യമില്ല, മേലോട്ട് കയറാം. പിന്നെ എൻ്റെ ഷിപ്പ് ഇപ്രാവശ്യം നമ്മൾ പോകുന്ന ഷിപ്പിൽ എന്താ പറയുക, യഥാർത്ഥമായിട്ടുള്ള ഏറ്റവും വലിയ ഷിപ്പാണിത്. കാരണം 5ാമത്തെ ഫ്ലോറിലാണ് എൻ്റെ താമസിക്കേണ്ട ക്യാബിനുള്ളത് കേട്ടോ. ആ ടെർമിനൽ ബിൽഡിംഗ് ഇല്ലേ, ഇതുകൊണ്ടാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ കയറിയത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നു. ഇതാ ഇവിടുത്തെ ഉള്ള ഒരു ബ്രിഡ്ജുണ്ട്, എയറോ ബ്രിഡ്ജ് പോലത്തെ ഒരു ബ്രിഡ്ജ്. ആ ഒരു ബ്രിഡ്ജ് വഴി വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ്. ഈ മുമ്പേ പോകുന്ന ആൾക്കാരുടെ പുറകെ ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ഭാഗത്തൊക്കെ പാർക്കിംഗ് ആണ്, വണ്ടിയുടെ പാർക്കിങ്ങുകൾ കേട്ടോ. ഇത് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ടൈറ്റാനിക് സിനിമയിൽ അവസാന നിമിഷം ജാക്ക് ഓടി നമ്മുടെ കപ്പലിലോട്ട് കയറുന്നില്ലേ, അതേ സീനാണ് കേട്ടോ. ഏതെങ്കിലും റോസ് ഉണ്ടാവും എന്തോ. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്നാണ് ലഗേജൊക്കെ സ്കാൻ ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇതുകൊണ്ട് ഞങ്ങൾ ഭീകരമായ ക്യൂ ആണ്. വെറുതെ അല്ല ഇത്രയും മണിക്കൂർ മുമ്പ് വരാൻ പറഞ്ഞത്. ഇത്രയും ആൾക്കാരൊക്കെ ഷിപ്പിൽ പോകാനുള്ളവരാണോ എന്തോ. അങ്ങനെയുണ്ടല്ലോ. എന്താ ഈ കാണുന്ന ഈ ലൈനിൻ്റെ അവസാനം ഞാനും ഇടം പിടിച്ചു. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഷിപ്പിൽ ഇതുപോലെ ക്യൂ ഒക്കെ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. 5 മണിക്ക് പുറപ്പെടുന്ന ഈ ഒരു ഷിപ്പിൻ്റെ ഉണ്ടല്ലോ, ബോർഡിങ് തുടങ്ങിയത് 1 മണിക്കാണ് കേട്ടോ. നോക്കിയാൽ 5 മണിക്കൂർ ബോർഡിങ് ടൈമൊക്കെ വേണം ഒരു ഷിപ്പ് ഇതുപോലെ പുറപ്പെടുമ്പോൾ. അത്രയധികം ആളുകളുണ്ട്. ആളുകളുടെ കയ്യിലുണ്ടല്ലോ ഒരു സീല് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം. എൻ്റെ കയ്യിലും കിട്ടി കേട്ടോ സീല്. ഹലോ. അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ എയറോ ബ്രിഡ്ജ് അല്ല, വാട്ടർ ബ്രിഡ്ജിൽ കൂടി നേരെ ഷിപ്പിലോട്ട് കയറുകയാണ്. വലതുകാല് വെച്ച് തന്നെ വലിയ ഷിപ്പ്, ഷിപ്പിനുള്ളിലോട്ട് കയറാം. ആദ്യമേ തന്നെ വന്ന് കയറുമ്പോണ്ടല്ലോ, ഇതാണ് നോർമലി ആളുകൾ കോമൺ ആയിട്ടുള്ള സീറ്റിൽ എക്കണോമിക്കൽ സീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടെങ്കിൽ കുറേ ഇതിങ്ങനെ വിരിച്ചിട്ട് കുറേ ബെഡ് പോലെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ നമ്പറുകളുണ്ട്. ഇതുണ്ട്, ആ ഒരു നമ്പറിൽ വേണം. ഇതുണ്ട് ഇവിടെ 4086 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നുണ്ട്. അതൊക്കെ ഓരോ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോമൺ ഹാളിൽ വേണം എക്കണോമിക്കൽ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ എന്നുള്ളത് മുന്നേ ഇനിയിപ്പോൾ കണ്ടറിയാം. എടുത്തത് ഇതല്ല, 6 പേർക്ക് പറ്റുന്ന ഏതോ ഒരു ക്യാബിനാണ്. അതിനിപ്പം കയറി വരുമ്പോൾ അവിടെ ഒരു വെള്ളം ഇതിട്ട് നിൽക്കുന്ന ഒരു കപ്പലിൻ്റെ ഇനി ആരാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നേരെ പോയിട്ട് സ്റ്റെയർ കാണും. സ്റ്റെയർ ആ സ്റ്റെയർ വഴി പോകാനാണ് കേട്ടോ പറഞ്ഞത്. യെസ്, ഇവിടെ നിന്ന് വലത്തോട്ട് പോയിട്ട് മേലോട്ട് കയറണം കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റെയറിലൊക്കെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അതല്ലാതെ ഈ ലഗേജൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളും ഇവിടെ ഭാഗങ്ങളിൽ ഈ സൈഡിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിപ്പം ഏതോ വലിയൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു ഫീലാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഏതോ സ്ഥലമാണെന്ന് തോന്നുന്നില്ല. ഇൻഫോമേസി 5 ഇവിടെ ഉണ്ടല്ലോ ഇൻഫർമേഷൻ്റെ ഒരു കൗണ്ടറുണ്ട്.
എന്നോട് പറഞ്ഞത് ഇവിടെ പോയിട്ട് ആ ഒരു കൗണ്ടറിൽ എൻ്റെ ഒരു ടിക്കറ്റ് കാണിക്കാനാണ്. ടിക്കറ്റ് അല്ല, ശരിക്കും ബോർഡിംഗ് പാസ് ആണ്, അത് കാണിക്കാൻ പറഞ്ഞ. നമുക്കിവിടെ കൗണ്ടറിലുണ്ടല്ലോ 50,000 രൂപ കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. ഇനി എവിടെയാണ്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. 50,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് വെക്കണം, അതിന് ശേഷം തിരിച്ച് കിട്ടുമായിരിക്കും. എവിടെയാണ് പോകേണ്ടത്? ഈ ഒരു ഡോറ് തുറന്ന് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ ക്യാബിൻ കാണാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത്. 5022 50334 5030. നോക്കിക്കോട്ടോ, നമ്മുടെ നമ്പർ തപ്പേ 5022 Selanjutnya pada penumpang setia baru naik, Anda dapat mengambil matras di dek 5 tengah sebelah kanan. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ വേറെയും ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു എന്താ പറയുക റൂമല്ല കിടക്കേണ്ട സ്ഥലമുള്ളത്. ഒന്ന് താഴെയും മേലെയും ആയിട്ട് ഇങ്ങനെ ടോട്ടൽ 6 എണ്ണമാണുള്ളത്. അതുകൂടാതെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബോക്സുകളും ഉണ്ട്. പക്ഷേ ഇങ്ങനെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 50,000 രൂപയൊക്കെ വാങ്ങിയിട്ട് തന്നിട്ട് ഇതിൻ്റെ ലോക്കൊക്കെ എൻ്റെ എഫാണ്. എഫിൻ്റെ ലോക്കൊന്നും വർക്കിംഗ് അല്ല, അതുകൊണ്ട് ഹലോ തുറന്നെടുക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവർക്ക് അറിയാവുന്ന ഭാഷ അതാണ് കേട്ടോ, ഇവർക്ക് വേറെ ഭാഷകളൊന്നും അറിയില്ല. കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, AC നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എന്താ പറയുക, നമ്മൾ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒരു പ്രത്യേകിച്ച് വലിയ സേഫ്റ്റി ഇല്ല എന്നുള്ളത് മാത്രമേ ഒരിതുള്ളൂ. അത് ശരിക്കും അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ അത് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനമാണ്. ഇനിയിപ്പോൾ പോയി ചോദിച്ചാലും മാറ്റുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ യാത്രകൾ. ഈ ഒരു ചെറിയ ക്യാബിന് അവിടെ ചെറിയൊരു വിൻഡോ കൂടി ഉണ്ട് കേട്ടോ. അതുവഴി നമുക്ക് കാഴ്ചകൾ കാണാം. ഇവരെല്ലാവരും ഉണ്ടല്ലോ മനാഡോ എന്ന് പറയുന്ന ഇവിടുത്തെ സുലാവസിയുടെ നോർത്ത് ഭാഗമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. വർക്ക് മനാഡോ ജോലിയുടെ ഭാഗമായിട്ട് കേട്ടോ. ഇവരുടെ മന ജാവ ജാവ വിച്ച് പ്ലേസ്? ജക്കാർത്ത തേങ്ങ തേങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ആൾക്കാരാണ്, ഇവരുടെയൊക്കെ വീട് വരുന്നത്. അപ്പം ഇവർ മനോടയ്ക്ക് പോവുക. ഓക്കെ, മർത്തബാഗ് മർത്തബാഗ് ഹർ വർക്കിംഗ് മർത്തബാഗ് ഹർ. നമ്മുടെ മർത്തബാഗ് ഹറില്ലേ, ഹജി അബ്ദുൾ റസാഖിൻ്റെ നമ്മളുടെ മലയാളിയായിട്ടുള്ള ഒരാൾ കണ്ടുപിടിച്ച മർത്തബാഗ് എന്ന് പറയുന്ന ആ ഒരു ഡിഷിൻ്റെ അവർക്ക് കുറേ ബ്രാഞ്ചുകളുണ്ട് ഇന്തോനേഷ്യ മുഴുവനായിട്ട്. അതിൽ മനാഡോ ബ്രാഞ്ചിൽ മർത്തബാഗ് ഹർ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. നൈസ്. ഇവിടുന്ന് ഈ ഒരു വിൻഡോ വഴി പുറത്തേക്കുള്ള കാഴ്ച ഒന്നില്ലേ? യെസ്, ഇതാണ് കേട്ടോ കാഴ്ചയെ. അപ്പോൾ അതിൻ്റെ ഇതിലെ കൂടി നടക്കാനൊക്കെ വഴിയുണ്ടല്ലേ, കണ്ണലും കാണുന്നുണ്ട്. നമുക്ക് അതിലെ കൂടെയൊക്കെ നടക്കാൻ കേട്ടോ. ഇവിടെ ഒന്ന് സെറ്റ് ആവട്ടെ, അതിന് ശേഷം. ഇതിൻ്റെ ഉള്ളിൽ AC-ക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ പുതയ്ക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ, അതൊരു പണിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഒരു ലൈറ്റ് കത്തുമായിരിക്കും. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാവേ. ഈ സാധനം എനിക്ക് കാണുമ്പോഴേ എനിക്ക് എപ്പോഴും ഷിപ്പിൽ കയറിയിട്ട് അപ്പോഴേ ടൈറ്റാനിക് സിനിമയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള വഴികളൊക്കെ, ഇതിലെ കൂടി വെള്ളം അങ്ങനെ അടിച്ച് വരുന്നതും ഇതുപോലുള്ള ക്യാബിനുകളിൽ ആളുകൾ താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ശരിക്കും അതേപോലെ തന്നെ ഇതിവിടെ എൻ്റാണ് കേട്ടോ. കുറേ മുറികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുണ്ട്. നമുക്ക് തൽക്കാലം പുറത്തേക്കൂടിയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. എന്താണ് പുറത്തെ കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ. 5022 ആണ് നമ്മളുടെ നമ്പർ. അതെപ്പോഴും ഓർമ്മയിൽ വേണം കേട്ടോ, അത് മറന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെന്ന് കയറലുണ്ടാവില്ല. ഞാൻ പിന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ ലഗേജൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ട് വന്നു. എൻ്റെ അകത്ത് വിലപിടിപ്പുള്ള കുറച്ച് പവർ ബാങ്ക് ഉണ്ട്, പിന്നെ എൻ്റെ ഡ്രസ്സാണ്, അത് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ബാക്കി ക്യാഷും പിന്നെ ഈ ഒരു പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാതെ തന്നെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നെ എടുത്ത് എൻ്റെ കയ്യിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇവിടെ പുറത്തൊക്കെ ചാക്കൊക്കെ വിരിച്ച് മാറ്റൊക്കെ വിരിച്ചിട്ടൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട്. ഇതുവഴി ഉണ്ടല്ലോ നേരെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബാൽക്കണി റീജിയനാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന പ്രദേശം.
ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും യഥാർത്ഥമായ കടലിൻ്റെ യാത്ര, കടലിലൂടെയുള്ള യാത്ര ആസ്വദിക്കാൻ പറ്റുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ മുറിൻ്റെ ഉള്ളിൽ കിടക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാ ഒരു ഭീകര ഷിപ്പാ ഇതൊന്ന് നോക്കി. അങ്ങ് മേലോട്ടേക്ക് ഇനിയുണ്ട് കേട്ടോ, കയറാൻ പറ്റും. നോക്കാം, നമുക്ക് കയറിപ്പോവാം. ആ കാണുന്നത് നമ്മളുടെ ഈ ഒരു കണ്ടെയ്നറൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ഷിപ്പുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ക്രെയിനുകളൊക്കെ നമുക്കത് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഇതങ്ങ് ദൂരെയായിട്ട് മറ്റൊരു ഷിപ്പ് ഇങ്ങോട്ട് വരാനാണോ അങ്ങോട്ട് പോകുന്നതാണോ, വലിയൊരു പട്ടുകൂറ്റൻ ഷിപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെയും ഷിപ്പുകൾ കടലിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഐലൻഡ്, ആ ഒരു പോർഷൻ്റെ ഐലൻഡ് പോർഷനാണ് കേട്ടോ. ഒരു ഐലൻഡ് പോർഷൻ നമുക്ക് കാണാം. അങ്ങ് ദൂരം അവിടെ കണ്ടെയ്നർ ഷിപ്പുകൾ ഇതാ പതുക്കെ അതിലേ പോകുന്നുണ്ട്. ഒരു ഐലൻഡ് അല്ല, പല ഐലൻഡുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഐലൻഡുകൾ തന്നെയാണ്. ഇവിടെയുള്ള എല്ലാവരും പുകവലിക്കാരാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഈ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഫോണിലൊക്കെ നോക്കി അങ്ങനെ ആളുകൾ ഇവിടെയും കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മരത്തിൻ്റെ പോലത്തെ സാധനമാണ് ഇതിൻ്റെ ഇവിടെ പാകി വെക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ബാക്കി ഭാഗങ്ങളൊക്കെ കപ്പലിൻ്റെ ഇരുമ്പ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ വഴി നേരെ എങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വെച്ച് പിടിക്കുന്നത്. നമുക്ക് എൻട്രി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കും അറിയാൻ പാടില്ല. എന്തായാലും മുമ്പോട്ടേക്ക് പോയി നോക്കാമല്ലോ. ഹലോ, ഓക്കെ. ഇതുവഴി തന്നെയാണ് മേലോട്ട് കയറുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഫ്ലോറാണ് എന്ന് തോന്നുന്നു കേട്ടോ. നൈസ് ഉണ്ട്. എല്ലാവരും നോക്കിയിട്ട് നമ്മളൊന്ന് ചിരിച്ചിട്ടുണ്ട്, അവരെല്ലാവരും തിരിച്ച് ചിരിക്കും കേട്ടോ. അടുത്ത ഫ്ലോറാണ്. മാറ്റങ്ങളൊന്നുമില്ല, സെയിം നമ്മുടെ പോലത്തെ ആ ഒരു വിൻഡോ ഇല്ല, അതുപോലത്തെ വിൻഡോ ഒക്കെ ഇവിടെയും കാണാനുണ്ട്. ഇവിടുന്ന് വീണ്ടും മേലോട്ടേക്ക് പോകാം കേട്ടോ. അവിടെ എന്തോ ലോക്ക് ചെയ്തിട്ടിട്ടാണുള്ളത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകത്തില്ല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് മേലോട്ടേക്ക് ഓപ്പണിംഗ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് മേലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ളത് അറിയാലോ. ഒരു കപ്പൽ ടൂറാണ് കേട്ടോ ഞാൻ ഇന്ന് വിഭാവനം ചെയ്യുന്നത്. ഇതാ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങൾ, കാറ്റൊക്കെ കൊള്ളാനൊക്കെ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. ശരിക്കും ടൈറ്റാനിക് സിനിമയിൽ അവർ ഈ വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങുന്നത് ഇതുപോലത്തെ ഡക്ക് ഏരിയയിലല്ലേ? ഐ തിങ്ക് സോ. ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു എമർജൻസി ബോട്ട് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണേണ്ടതാണ്. ഹലോ, ആരെല്ലാം വട്ടം കൂടി ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറയും, സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യാണ്. യെസ്, പണ്ടത്തെ പോലത്തെ വലിയ ഷിപ്പുകളല്ലേ ഇപ്പോൾ ഉള്ളതെല്ലാം. ഇതുണ്ട് ഇതുപോലെ ഷിപ്പും പോട്ടെ, ബോട്ട് രക്ഷപ്പെടാനുള്ള എമർജൻസി ബോട്ടുകൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ. അത് ഉരുട്ടി വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാവുക. നമ്മുടെ ഷിപ്പിൻ്റെ അല്ലേ കരച്ചിൽ കേട്ടത്? അതിലോ പക്ഷേ സമയമായിട്ടില്ല, ഇനി ഒരു 1 മണിക്കൂർ കൂടി ഉണ്ട്. മേ ബി 3 or 4 അങ്ങനെ വല്ല ടൈം ഇതുണ്ടാവും, എണ്ണം ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും എന്തോന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇന്തോനേഷ്യൻ ഭാഷയിലാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും കിട്ടത്തില്ല. നൈസ്. ഇവിടെ ചേട്ടൻ അവിടെ ഇരുന്ന് അങ്ങോട്ടേക്ക് നമ്മളുടെ ആ ഒരു തുറമുഖത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ആദ്യമേ പറ്റിച്ച, നമ്മൾ കയറി വരുമ്പോൾ ഒരു ഷിപ്പിൻ്റെ രൂപം പോലെ തോന്നിയ ആ ഒരു ബിൽഡിംഗ് ഇല്ല, ടെർമിനൽ എന്താന്ന് പറയുക, ഷിപ്പിൻ്റെ ബിൽഡിങ്, ആ ഒരു ബിൽഡിങ് ഇത് അവിടെയുണ്ട്. അവിടെ നിന്നൊക്കെ കുറേ ഇങ്ങോട്ടേക്ക് എത്തി കേട്ടോ. നമ്മളെ എന്തോന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം നമുക്കത് മനസ്സിലാകത്തില്ല. ഇതവിടെ കുറേയധികം ലഗേജുകളൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ലോറികളൊക്കെ നമുക്ക് കാണാം. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഷിപ്പാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് ആ കാണുന്നത് മറ്റൊരു ഷിപ്പിൻ്റെ വാലുഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്നും മറ്റൊരു കോണിപ്പൊടി മേലോട്ടേക്ക് വീണ്ടും കയറി പോകുന്നുണ്ട്. പോയി നോക്കാമല്ലോ ഇനിയിപ്പം എന്ത് കാഴ്ചയാണ് മേലെ ഉള്ളത് എന്നുള്ളത്. നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ് ഏരിയ ആണ് കേട്ടോ. ഇതാണ്. യെസ്, എല്ലാ ഷിപ്പിനും ഇതുപോലത്തെ ഒരു പരിപാടി ഉണ്ടാവുക. ഇങ്ങനെ ആളുകൾക്ക് വന്ന് ഇരിക്കാനും ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരിടവേ. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ സാധനമൊക്കെ വാങ്ങേണ്ടത്. യെസ്, ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, തുറക്കുമായിരിക്കും. ഒരു നമ്മളുടെ ഈ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംവിധാനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരുന്നിട്ട് നമുക്കിതാ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗങ്ങളും ഒക്കെയും കാണാൻ പറ്റും കേട്ടോ. നൈസല്ലേ? സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം.
സോ പൈസ എത്ര ഉണ്ടാവും എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. അത് നമുക്ക് ഇത് മേ ബി ചിലപ്പോൾ ഷിപ്പ് വിട്ടതിന് ശേഷമായിരിക്കും ഓപ്പൺ ആകുക. അപ്പോൾ ഓപ്പൺ ആയതിന് ശേഷം നമുക്ക് അന്വേഷിക്കാം കേട്ടോ. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. ഇന്ന് ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്താ ഇവിടെ നിന്നും പുറത്തേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ഇതിങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ടേബിളും ഉണ്ട്. അപ്പോൾ ആ ടേബിളിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഇത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം ബാക്കിലോട്ട് ഇങ്ങനെ ആ ഒരു കുറേ പതനിരയായിട്ട് ഈ താഴെ കൂടി വരുത്തിച്ച് ഷിപ്പിങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ അവർ ഓടി തുടങ്ങുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അല്ല ഞാൻ വന്ന് കാണിക്കാവേ. ഇനിയിപ്പോൾ ഞാൻ മുൻകൂട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇരുട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നപാടാ വരുമ്പോൾ ഉള്ള ഒരു ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിൽ ഈ ഒരു ഷിപ്പ് മുഴുവനായിട്ട് നടന്ന് കാണിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇതാ ഇപ്പുറം കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരു എമർജൻസി ബോട്ടില്ലേ, വലിയ ബോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുത് മാത്രമല്ല. ഞാൻ വീണ്ടും തൊട്ട് താഴെയുള്ള ആ ഒരു ഡെക്കിലേക്ക് ഇറങ്ങി വന്നേ. ഇവിടുത്തെ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ആക്റ്റീവാണ്. ആളുകളൊക്കെ വന്നിരുന്ന് മൊത്തം ഓൾമോസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാലേ ആ ക്യാബിൻ നമുക്ക് ഉറങ്ങാൻ നേരം മാത്രം പോയാൽ മതി, അല്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് പോകണമെന്നില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. ഷിപ്പ് യാത്ര നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ലേ. ഷിപ്പ് പിന്നെ കുറച്ചധികം നേരം കടലിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാൻ വേറെ കാഴ്ചകളൊന്നുമില്ല. കാരണം കടൽ ഫുള്ള് വെള്ളം അത് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുക, ഷിപ്പ് യാത്ര എപ്പോഴും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ നിന്നും എങ്ങനെ ആളുകൾ പോയി നിന്ന് ഇപ്പറൊക്കെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്നും പുറത്തേക്കുള്ള കാഴ്ച എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആളുകൾ ഇപ്പോഴും ആളുകളല്ല, ഈ ഇതിൻ്റെ ക്യാബിൻ്റെ ക്രൂ ഒക്കെ ഇപ്പോഴും വന്ന് കയറുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കയറുന്നത് അതുവഴിയാണ്. അതിനെ കൂടി ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ആളുകൾ നടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓ നൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടിനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ സമയം പോകുന്നത് അറിയില്ല, അല്ലെങ്കിൽ സമയമൊന്നും പോകത്തില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ആളുകൾക്ക് വരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അവസാന ഭാഗം വരെ ഞാൻ വന്നു. ഈ കോണിപ്പടീൻ്റെ അവിടെയൊക്കെ ശരിക്കും മാറ്റമൊക്കെ വരിച്ചിട്ട് ആൾക്കാർ കിടപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോഴേ ഞാൻ ഇവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും ഞാൻ കയറിപ്പോയ അല്ലെങ്കിൽ കയറി വന്ന ആ ഒരു ഭാഗമൊക്കെ മറന്നു പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഒരു ബാൽക്കണി ഏരിയയിൽ നിന്ന് വീണ്ടും ആദ്യം നമ്മൾ കയറി വന്ന ആ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇത് ഓരോ നിലയ്ക്കും ഓരോ ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് 5ൻ്റെ, ഇത് തൊട്ട് മേലെയുള്ളതിൽ 6ൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴും തിരക്കുള്ളൊരു ഭാഗം, ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. ഇതുവരെയുള്ള നമ്മളുടെ നടത്തത്തിൽ നിങ്ങൾ ആളുകളുടെയൊക്കെ മുഖഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. പല തരത്തിലുള്ള പല രൂപത്തിലുള്ള ആളുകളുണ്ട്. ശരിക്കും നമ്മുടെ ഒരു പപ്പുവയുടെ സൈഡിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ആൾക്കാരുടെ മുഖഭാവം നമ്മുടെ ഇവിടെ ഈ ഒരു ഇന്തോനേഷ്യയിൽ നോർമലി കാണുന്നത് പോലൊന്നുമല്ല കേട്ടോ, മാറ്റമുണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ശരിക്കും ഈ ഒരു ഷിപ്പിലുണ്ട്. കാരണം ഇവിടെ നിന്നും ബൗബോ ചെന്നിട്ട് ബൗബോ എന്നൊക്കെ മാറി വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. അന്നേരം അവരെയൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും വ്യത്യസ്തത നല്ല രീതിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇന്തോനേഷ്യയിലെ എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരെയും നമുക്ക് ഇതുപോലെ ഷിപ്പ് യാത്രകളിൽ നേരിട്ട് കാണാൻ പറ്റുമേ. അവരോട് മിണ്ടാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ട്, മിണ്ടാനൊന്നും പറ്റത്തില്ല, പക്ഷേ നേരിട്ട് കാണാൻ പറ്റും. ഞാനിപ്പം ആ ആൾക്കാരില്ല, അവർ ജാവാദ്വീപിൽ നിന്നുള്ള ആളുകളാണ്. അവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആംഗ്യ ഭാഷകളും കുറച്ച് പെറുക്കി ഭാഷകളും പിന്നെ ഇടയ്ക്ക് ട്രാൻസ്ലേറ്ററും ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്താണ്. അതായത് അവരാ പറയുന്ന നമ്മളുടെ ഒരു മലയാളി സ്ഥാപിച്ച മർത്തബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പുകൾ, എന്താ പറയുക, മർത്തബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, മർത്തബാക്ക് എന്നുള്ളത് കേട്ടോ. നൈസ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.